എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, പൂർവപിതാക്കന്മാർ ആഗ്രഹത്തോടെ കാത്തിരുന്ന രക്ഷയുടെ ദിവസം ഇതാ ഉദിച്ചു വരാൻ പോകുന്നു. ഈ ദിവ്യ ഉണ്ണിയുടെ പിറവിയുടെ സന്തോഷം സ്വർഗത്തിൽ വസിക്കുന്ന സകല മാലാഖമാരോടും മോക്ഷവാസികളോടും ഭൂലോകത്തിൽ ജീവിക്കുന്ന സകല പുണ്യാത്മാക്കളോടും സകല മനുഷ്യരോടും സൂര്യചന്ദ്ര നക്ഷത്രാദികളോടും സകലരോടും വാദ്യഗീതങ്ങളോടും പുൽക്കൂട്ടിലെ ദിവ്യ ഉണ്ണിയുടെ അടുക്കൽ സ്നേഹം, ആരാധന, സ്തോത്രം എന്നീ കാഴ്ചകൾ സമർപ്പിച്ച് നിർവൃതിയിൽ നിൽക്കുന്നവരോടും പരിശുദ്ധ അമ്മയോടും മാർ യൗസപിതാവിനോടും കൂടെ അരൂപിയിൽ ഈ എളിയ മകളും ചേർന്ന് ഹല്ലേലൂയ പാടി ദിവ്യ ഉണ്ണിയുടെ പിറവിയുടെ സന്തോഷം സ്നേഹപിതാവിനോട് ഏറ്റവും സന്തോഷത്തോടെ പറയുന്നു. പിതാവേ, ഈ ദിവ്യ ഉണ്ണിയെക്കുറിച്ച് എന്താണ് ഞാൻ പറയുക? എല്ലാം എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞ് സന്തോഷിക്കുന്നു. വന്യപിതാവേ, അടുത്ത വർഷം ഈ സ്നേഹഭ്രാന്തനായ ദിവ്യ ഉണ്ണീശോയുടെ പിറവി ദൈവ തിരുമനസ്സുണ്ടെങ്കിൽ സ്വർഗത്തിൽ ചെന്ന് എൻ്റെ പരിശുദ്ധ അമ്മയോടും മാർ യൗസപിതാവിനോടും മറ്റ് സകലരോടും കൂടെ ഘോഷിക്കാൻ ഇടവരുത്തി തരണമെന്ന് സ്നേഹപിതാവ് പിറവിയുടെ കുർബാനയിൽ പ്രാർത്ഥിക്കണമേ. ഒപ്പം അമലോത്ഭവ അമ്മയുടെ തിരുഹൃദയം വഴിയായി അയോഗ്യ മകളായ എൻ്റെ പാവപ്പെട്ട ഹൃദയത്തെയും എന്നെ മുഴുവനായും ദിവ്യ ഉണ്ണിക്ക് കാഴ്ച കൊടുത്തു എളിമ, ദൈവസ്നേഹം, നിലനിൽപ്പ്, ക്ഷമ, സ്വന്തം മനസ്സിൻ്റെ ഉപേക്ഷ എന്നീ 5 പുണ്യങ്ങൾ ഉണ്ണീശോയുടെ 5 മുറിവുകളെക്കുറിച്ച് അപേക്ഷിച്ച് മേടിച്ചു തരണമെന്ന് ഈ അയോഗ്യ മകൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവേ, അങ്ങയുടെ അസുഖങ്ങളിപ്പോൾ എങ്ങനെയുണ്ടെന്നറിയുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നുമുണ്ട്. എൻ്റെ സകല പ്രവൃത്തികളും കേസിൻ്റെ വിജയത്തിനായി അമലോത്ഭവ അമ്മയുടെ തിരുഹൃദയം വഴി കാഴ്ചവെക്കുന്നു. പ്രത്യേകിച്ച് നൊവേനകളും മറ്റും ചൊല്ലുന്നുണ്ട്. എല്ലാവരും നല്ലവണ്ണം കുമ്പസാരിച്ചിട്ടുണ്ടെന്നും സ്നേഹപിതാവ് വ്യസനിക്കേണ്ടെന്നും ഇവരിൽ നിന്നുള്ള ദുഃഖം ഇപ്പോൾ തീരുമെന്നും സ്നേഹപിതാവിനെ അറിയിക്കാൻ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വിശുദ്ധ കുർബാന കൈക്കൊണ്ട് നിൽക്കുന്ന സമയം ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു. അത്, മകളെ, എൻ്റെ സ്നേഹകുമാരനെ എല്ലാ പ്രകാരത്തിലും നീ ആശ്വസിപ്പിക്കണം. നന്ദികെട്ട മനുഷ്യവർഗം ദിവ്യരക്ഷിതാവിനെ അധികമായി ദുഃഖിപ്പിക്കുന്നു. പിതാവേ, ആളെ ഞാൻ കണ്ടില്ല, സ്വരം മാത്രം കേട്ടു. പോകുന്ന സമയം കൈകൊണ്ടെൻ്റെ തലയിൽ പിടിച്ച് മകളെ, ഞാൻ പോകുന്നു എന്നു പറഞ്ഞു. പിന്നെ ഒന്നുമുണ്ടായില്ല. എൻ്റെ പിതാവേ, പരിശുദ്ധ അമ്മയെയും ദിവ്യ ഉണ്ണിയെയും സ്വർഗത്തിൽ മാത്രം വെച്ച് കണ്ടാൽ മതി. ഒന്നുകിൽ ദൈവത്തെക്കുറിച്ച് നല്ലവണ്ണം സഹിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു നല്ല മരണം വേഗം കിട്ടുന്നതിനും പ്രത്യേകമായി സ്നേഹപിതാവ് പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ അപേക്ഷയ്ക്ക് എന്നെ മുഴുവനും സമർപ്പിക്കുന്നു. ഈ എഴുത്ത് വായിച്ചു കഴിയുമ്പോൾ തന്നെ കീറിക്കളയണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഒരു ഗുണദോഷ മറുപടി അയച്ചു തരണമെന്ന് സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്ലേഹായിക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. കേസിൻ്റെ കാര്യത്തിന് എൻ്റെ പരിശുദ്ധ അമ്മയെ വെയിലത്ത് വയ്ക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. നമ്മുടെ അമ്മ അത് കൂടാതെ തന്നെ നിറവേറ്റിത്തരുമെന്ന് എനിക്ക് നല്ല ശരണം തോന്നുന്നുണ്ട്. അങ്ങനെ ചെയ്യരുതെന്ന് താഴ്മയോടെ ഓർമ്മിപ്പിക്കുന്നു. പിതാവ് ചിലപ്പോൾ അത് ചെയ്യും. അമ്മേ, വേഗം കാര്യം നടത്തിത്തരണമെന്ന് പരിശുദ്ധ അമലോത്ഭവ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങയുടെ അപേക്ഷയ്ക്ക് ഈ അയോഗ്യ മകളെ മുഴുവനും ഏൽപ്പിക്കുന്നു. സ്നേഹപിതാവിൻ്റെ പുണ്യങ്ങളോടുകൂടെ ഈ അല്പമായതും ചേർത്ത് കാഴ്ച കൊടുക്കണമേ എന്ന് അങ്ങയുടെ അയോഗ്യ ശുശ്രൂഷയും എളിയ ദാസിയുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏവുപ്രാസ്യ.